വചനഭാഷ്യം അൽമായ വീക്ഷണത്തിൽ 2025 നവംബർ 16 പള്ളിക്കൂദാശ 3-ാം ഞായർ. വചനഭാഗം യോഹന്നാൻ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഫൺലാൻഡല്ല പള്ളി. രചന സിജോ പൈനാടത്ത്. യമുനാ തീരത്തെ ആ മഹാരാജധാനി മുറ്റത്തായിരുന്നു നനച്ചിരിക്കാത്ത നേരത്തെ സ്ഫോടനം. മുഗൾ ഭരണകാലത്ത് ഷാജഹാൻ നിർമ്മിച്ച ചുവന്ന കല്ലുകളിലെ അതിശയ നിർമ്മിതി. എല്ലാ സ്വാതന്ത്ര്യദിനത്തിലും പ്രധാനമന്ത്രിമാർ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന സാക്ഷാൽ ചെങ്കോട്ട. തലസ്ഥാന നഗരിയിലെ ചുവപ്പുകോട്ടയിലുണ്ടായ സ്ഫോടനത്തിന്റെ സൂക്ഷ്മവേരുകൾ തേടുകയാണ് രാജ്യം. അത്രമേൽ സുപ്രധാനവും സുരക്ഷിതത്വവും പൈതൃക പെരുമയുമുള്ള തലപ്പൊക്കത്തിന് നേർക്കാണ് നവംബർ 10 സന്ധ്യാനേരത്ത് ആ ഇരുട്ടടിയുണ്ടായത്. ഇന്ത്യയുടെ ആത്മാവിനേറ്റ മറ്റൊരു മുറിവിന്റെ ഉറവിടം കണ്ടെത്തുക തന്നെ വേണം. ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയും. ക്രിസ്തുവെന്ന ശ്രേഷ്ഠ ദേവാലയത്തിന് നേരെ ഒളിഞ്ഞും തെളിഞ്ഞും അതിക്രമം നടത്തുന്ന നവകാല പ്രവണതകളുടെയും വേരുകൾ അറിയണം, തിരുത്തണം. പൊതുശുദ്ധീകരണ പ്രക്രിയ വേണം. ക്രിസ്തീയമായ ജാഗ്രത ശക്തമാക്കണം. ദേവാലയ ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷ ഭാഗം ഇക്കാര്യങ്ങളിൽ പുതിയ മഷികൊണ്ട് അടിവരയിടുന്നുണ്ട്. ക്രിസ്തുവിൽ മഹിമയുടെ തലപ്പൊക്കം ചാർത്തി പ്രദക്ഷിണ ഘോഷങ്ങൾ നടത്തുമ്പോൾ അതവനെ കച്ചവടം ചെയ്യാനാകരുതല്ലോ. ക്രിസ്തുവിൻ്റെ പള്ളിയകം അവനെ വില പറഞ്ഞ് വിൽക്കാനല്ല, അവനോളം വിലയുള്ളതായി മറ്റൊന്നില്ലെന്ന് വിളിച്ചു പറയാനാണ്. ഗെയിം ഈസ് ഓവർ. കൂറ്റൻ മാളിൻ്റെ 4-ാം നിലയിലാണ് ഫൺലാൻഡ്. കുട്ടികൾക്കായി അടിപൊളി കളികളും കമ്പ്യൂട്ടർ ഗെയിമുകളുമെല്ലാം ഒരുക്കി വെച്ചിട്ടുള്ള ആഘോഷത്തിൻ്റെ ഇടം. കട്ടിയുള്ള കണ്ണട വെച്ച ആ മിടുക്കൻ പയ്യൻ്റെ മുന്നിലെ സ്ക്രീനിൽ വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടേതെന്ന് തോന്നിപ്പിക്കുന്ന ഗ്രാഫിക്സ് ദൃശ്യം. പള്ളിയുടെ ചുറ്റും തോക്കിയേന്തിയ കറുത്ത വേഷധാരികളെയും ദൃശ്യവത്കരിച്ചിട്ടുണ്ട്. അവൻ്റെ കൈവിരൽ തുമ്പിലെ മൗസ് ക്ലിക്കുകൾ ഓരോന്നായി ചലിച്ചുകൊണ്ടിരുന്നു. ഓരോ ക്ലിക്കിനൊപ്പവും തോക്കിയേന്തിയവർ മുന്നോട്ട് നീങ്ങും. വരാന്തയിലും പള്ളിയകത്തുമായി നിൽക്കുന്ന ലോഹധാരികളെ വെടിവെച്ച് വീഴ്ത്തുകയാണത്രേ ഗെയിമിൻ്റെ ടാസ്ക്. സ്ക്രീനിന് മുന്നിലെത്തുന്ന അവൻ്റെ മുഖത്ത് ടാസ്ക് പൂർത്തിയാക്കാനുള്ള ആവേശം പല ഭാവങ്ങളായി പടരുന്നുണ്ട്. ഓരോ കൃത്യമായ മൗസ് ക്ലിക്കിലും ഓരോ ലോഹധാരി വെടിയേറ്റ് വീഴുന്നു. അവൻ ചിരിക്കുന്നു. ഗെയിം ഈസ് ഓവർ. പള്ളിച്ചിത്രം. മാളിൻ്റെ വേരുകളിൽ ചാരി ആ ഗെയിം ബോധപൂർവമാണെന്ന് 4 വരി പ്രസ്താവന ഇറക്കി സാമൂഹ്യ മാധ്യമ പീഠങ്ങളിൽ പാനപാത്രം ഉയർത്തിപ്പിടിച്ച് അഭിമാനപുളകിതരാകാൻ പലർക്കും ഇഷ്ടമാണത്രേ. ഓർക്കുക, മാളിലല്ല, നമ്മുടെ പിള്ളേരുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന കൊച്ചു ഫോണിലുമുണ്ട് അതിനേക്കാൾ കിടുക്കാച്ചി ഫൺലാൻഡുകൾ. ലോകധാരിയായ അച്ഛനെ വീഴ്ത്തിയാൽ പോയിന്റ് കിട്ടുന്ന കളി. എല്ലാ അച്ഛന്മാരെയും ഇല്ലാതാക്കിയാൽ ജയിക്കുന്ന കളി. ഇതാരുടെ ഉള്ളിലുദിച്ചു എന്നതിൽ പ്രസക്തിയില്ല. എവിടെയായാലും ഇത്തരം ഡിജിറ്റൽ കളികൾ കുട്ടികളുടെ ബോധധാരകളിൽ കുറിച്ചിടുന്ന പള്ളിച്ചിത്രങ്ങൾ ശോഭനമല്ലെന്നുറപ്പ്. ക്രിസ്തു ദേവാലയം. സുവിശേഷത്തിലെ ക്രിസ്തു സംഭവങ്ങളിൽ അല്പം അടിപൊളിയാണ് ദേവാലയ ശുദ്ധീകരണ രംഗം. ആഞ്ഞു വീശുന്ന ചാട്ടവാർ, ആട്ടിയോടിക്കപ്പെടുന്ന ആടുകൾ, പ്രാവുകൾ, കാളകൾ, തട്ടിമറിച്ചിടപ്പെടുന്ന നാണയങ്ങൾ, തീപാറുന്ന ഡയലോഗുകൾ, എല്ലാം ചേർന്ന് ഒരു സിനിമാ സ്റ്റൈൽ സീനുകൾ. ഈശോയുടെ ശരീരമാകുന്ന യഥാർത്ഥ ദേവാലയ ദർശനമാണ് സുവിശേഷകൻ വരച്ചിടുന്നത്. ഈ ദേവാലയം നശിപ്പിച്ചാലും 3-ാം ദിനം പണിതുയർത്തുമെന്ന മരണോദ്ധാനങ്ങളുടെ മുന്നാസ്വാദനം എത്ര ഉജ്ജ്വലമായാണ് യോഹന്നാൻ വർണ്ണിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മരണം ഒരു ഇഴചേർക്കലായിരുന്നു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ഇഴചേർക്കൽ. ഈ ഭൂമിയിലെ ക്രിസ്തോന്മുഖ സഞ്ചാരാനന്തരം അവനിൽ അണയാൻ, സ്വർഗം പോകാൻ അവിടേക്ക് നീളുന്ന ഒരിഴചേർക്കൽ ഉറപ്പാക്കണമെന്ന് നവംബറിൻ്റെ ഓർമ്മപ്പെടുത്തലുണ്ട്. ചാട്ടവാറിൻ്റെ ഭാഷ. കെട്ടി ഉയർത്തപ്പെട്ട പള്ളികളേക്കാൾ ക്രിസ്തുവെന്ന ശാശ്വത ദേവാലയത്തിൻ്റെ വിശുദ്ധിയെ വെല്ലുവിളിക്കുന്ന പ്രവണതകൾക്ക് നേരെയാണ് ചാട്ടവാർ ഉയരുന്നത്. ക്രിസ്തുവിന് അവൻ ആഗ്രഹിക്കുന്ന അളവിലും ആഴത്തിലും ആഖ്യാനമൊരുക്കുകയാണ് അഭികാമ്യം. എൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അനുസരിച്ച് അവനെ വ്യാഖ്യാനിക്കുന്ന കസ്റ്റമൈസ്ഡ് ശൈലിയോട് അവൻ കലഹിക്കും, ചാട്ടവാർ ഉയർത്തും. പള്ളിയുടെ പേരിൽ നീതിയില്ലാത്ത പണപ്പിരിവുകൾക്കും ലാഭം ലക്ഷ്യമാക്കിയുള്ള ഇടപാടുകൾ, സ്ഥാപനവത്കരണത്തിൽ സ്നേഹം പടിയിറങ്ങിപ്പോയ ചില പള്ളി ഓഫീസുകൾ, ഇവയെല്ലാം ഇടവകയ്ക്കും സഭയ്ക്കും വേണ്ടിയെന്ന് ഔദ്യോഗികമായി പറഞ്ഞാലും ക്രിസ്തുവിന് വേണ്ടിയാകില്ല. പള്ളി എന്ന പ്രിവിലേജ്. പള്ളിയകം വിശ്വാസിക്ക് ദൈവത്തിരുമുമ്പിലെന്ന പ്രിവിലേജ് നൽകുന്നുണ്ട്. അത്രമേൽ അടുത്തിരുന്ന് അവനെ അറിയാൻ, നിശബ്ദമായി അനുഭവിക്കാൻ, മനസ്സ് പങ്കുവയ്ക്കാൻ എല്ലാമാണ് ആ പ്രിവിലേജ്. അൾത്താരയിലേക്ക് എത്തിയാൽ അർപ്പകനുണ്ട്, അതുല്യമായൊരു പ്രിവിലേജ്. ബലിയർപ്പണ നേരം മഹാപുരോഹിതനായ ക്രിസ്തുവായി മാറുന്ന ആ ശ്രേഷ്ഠ നിമിഷങ്ങൾ,
അൾത്താരയ്ക്ക് മുന്നിൽ അണയുന്ന ജനത്തിന് ഒളിഞ്ഞും തെളിഞ്ഞും മുറിവുകൾ വിളമ്പുന്നത് പ്രിവിലേജുകളുടെ ദുരുപയോഗ സാധ്യത പ്രയോഗമല്ലാതെ മറ്റെന്ത്? അർപ്പിക്കുന്നവൻ്റെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കാൻ കഴിവില്ലാത്ത കാഴ്ചകളും ബലികളും സമർപ്പിക്കുന്നതിനെക്കുറിച്ച് ഇന്നത്തെ ലേഖനഭാഗത്ത് വിശുദ്ധീകരിക്കുന്നുണ്ട്. ആയിരിക്കുന്ന ഇടത്തിൻ്റെ മഹത്വം പറഞ്ഞ് ആകേണ്ട ക്രിസ്തുവിലേക്ക് എത്താനാവാതെ പോകുന്നെങ്കിൽ ആരെ പഴിക്കണം? നമ്മുടെ പ്രിവിലേജുകളെയും ശുദ്ധീകരിക്കാം. ആത്മീയതയുടെ അന്തരീക്ഷം. സ്ഫോടനമുണ്ടായ ഡൽഹിയെക്കുറിച്ച് പറഞ്ഞാണ് പ്രസംഗം തുടങ്ങിയത്. പോയ വാരം ഡൽഹി അനുഭവിച്ച മറ്റൊരു നിശബ്ദ സ്ഫോടനത്തെക്കുറിച്ച് കൂടി പറഞ്ഞു നിർത്താം. ബാഹ്യ ഘടകങ്ങൾ ഏൽപ്പിച്ച മുറിവായിരുന്നു ചെങ്കോട്ടയിലേതെങ്കിൽ തലസ്ഥാന ഭൂമിയെയാകെ രോഗാതുരമാക്കുന്ന വായു മലിനീകരണം മറ്റൊരു ദുരന്തമാകുന്നുവെന്നതും ഡൽഹിയുടെ വർത്തമാനം. ക്രിസ്തുവിനും സഭയ്ക്കും ഇന്ന് ബാഹ്യശക്തികളുടെ അതിക്രമങ്ങൾ ഏൽക്കുന്നതിനെ തിരിച്ചറിയാനാകും. അകത്തെ അന്തരീക്ഷം അറിയാതെ മലിനമാകുന്നതിനെ ആരളക്കും? ആര് തിരുത്തും? ആര് ശുദ്ധീകരിക്കും? അകലെ ഒരു ചാട്ടമാർ വീശുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അതിങ്ങ് അടുത്തു വരുന്നുണ്ടോ? ആമേൻ.